ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 6 നടന്ന വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കേരള PSC എക്സാമിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. പൊതുവെ വളരെ ഈസി ആയ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം, ഓരോന്നോരോന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു ചോദ്യമാണ്. അത് വളരെ സിമ്പിളായിട്ട് കിട്ടും. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ 5.4, 0.24, 3.5 കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ദശാംശം ഉണ്ടെങ്കിൽ ആ ദശാംശം അങ്ങ് മാറ്റിക്കളയാൻ വേണ്ടി നമുക്കറിയാം. എന്ത് ചെയ്യണം? 10 കൊണ്ടോ 100 കൊണ്ടോ ഗുണിച്ചാൽ മതി. അതായത് ദശാംശത്തിന് ശേഷം ഒരു നമ്പർ മാത്രമേ ഉള്ളെങ്കിൽ 10 കൊണ്ടും, 2 നമ്പർ ഉണ്ടെങ്കിൽ 100 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ദശാംശം മാറിക്കിട്ടും. അതുപോലെ മുകളിലും താഴെയും ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിൽ ഈക്വൽ ആയിട്ടുള്ള ദശാംശ സംഖ്യകളാണ് ഉള്ളത്. അതായത് 54 5.4നെ 54 ആക്കാൻ 10 കൊണ്ട് ഗുണിക്കുന്നു, 0.24നെ 24 ആക്കാൻ 100 കൊണ്ട് ഗുണിക്കുന്നു, 3.5നെ 35 ആക്കാൻ വേണ്ടിയിട്ട് 10 കൊണ്ട് ഗുണിക്കുന്നു. അതായത് മുകളിലൊരു നമ്മൾ ആദ്യം ഒരു 10 കൊണ്ട് ഗുണിച്ചു, പിന്നെ ഒരു 100 കൊണ്ട് ഗുണിച്ചു, വീണ്ടും 10 കൊണ്ട് ഗുണിച്ചു. അതായത് 10,000 കൊണ്ട് നമ്മൾ മുകളിൽ ഗുണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയും 10,000 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അത് വാല്യൂ ഈക്വൽ ആയിക്കോളും. അപ്പം നമുക്ക് കിട്ടാൻ പോകുന്നത് 54 × 24 × 35 ഡിവൈഡഡ് ബൈ 14 × 4 × 18. ഇത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് എന്താ പറയുക, ക്യാൻസൽ ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ 54ലാണെങ്കിൽ 2 27 പ്രാവശ്യം പോയി, താഴത്തെ 14ലാണെങ്കിൽ 2 7 പ്രാവശ്യം പോയി. പിന്നെയുള്ളത് എന്താ പറയുക, 24ലാണെങ്കിൽ 4 6 പ്രാവശ്യം പോയി, പിന്നെ ആ 4 അവിടെ ഇല്ല. പിന്നെ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 × 5 ലാസ്റ്റ് 45 എന്ന് കിട്ടും. അതായത് ആൻസർ ഓപ്ഷൻ ബി. അടുത്തത് ABCDE എന്നിവ സംഖ്യകളും എയുടെ B% സിയും ബിയുടെ A% ഡിയും എയുടെ 2 മടങ്ങിൻ്റെ B% ഇയുമാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. നമുക്ക് ആദ്യം ക്വസ്റ്റ്യനെ നമുക്കൊന്ന് എഴുതിയെടുക്കാം. ക്വസ്റ്റ്യനിൽ തന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് എഴുതി വെച്ചേക്കാം. തന്നിരിക്കുന്നത് എന്താ? ആദ്യത്തേത് എയുടെ B% സി ആണ്. അതായത് B% ഓഫ് A = C. രണ്ടാമതോ ബിയുടെ A% ഡി ആണ്. അതായത് A% ഓഫ് B = D. പിന്നെ തന്നിരിക്കുന്നത് എന്താ? എയുടെ 2 മടങ്ങിൻ്റെ B% ഇ ആണ്. അതായത് എയുടെ 2 മടങ്ങ് എന്ന് വെച്ചാൽ 2A. B% ഓഫ് 2A = E. ഇത്ര മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. ഈ തന്നത് നമുക്കൊന്ന് എന്താ പറയുക, നമുക്കൊന്ന് ഇക്വേഷനൊക്കെ എഴുതിയാലോ. B% ഓഫ് A എന്ന് പറഞ്ഞാൽ B/100 × A, അതാണ് C. അതായത് AB/100 = C എന്ന് കിട്ടും. രണ്ടാമത് A% ഓഫ് B എന്ന് പറയുന്നത് A/100 × B = D എന്ന് കിട്ടും. അത് ജസ്റ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് AB/100 = D എന്ന് കിട്ടും. രണ്ടും നോക്കിക്കേ, സെയിം അല്ലേ? C = D അല്ലേ? അപ്പോൾ പ്രസ്താവന 1 ശരിയാണ്. ഇനി അടുത്തത് നോക്കാം. C+D ആണ് കണ്ടുപിടിക്കേണ്ടത്. C എത്രയാണെന്ന് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ മുന്നേ കണ്ടുപിടിച്ചു. D എത്രയാണെന്ന് നമുക്കറിയാം, മുന്നേ കണ്ടുപിടിച്ചു. അതായത് C+D എന്ന് പറയുന്നത് AB/100 + AB/100, അതായത് 2AB/100. ഇനി നമുക്ക് E കണ്ടുപിടിക്കാം. E എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. E = B% ഓഫ് 2A അല്ലേ? ഒന്ന് നോക്കിക്കേ, B% ഓഫ് 2A എന്ന് വെച്ചാൽ B/100 × 2A എന്നല്ലേ? അതാണ് E. അതായത് 2AB = E. ഇനി നമ്മുടെ C+Dയും ഇയും നോക്കിക്കേ, രണ്ടും സെയിം അല്ലേ? അതായത് C+D = E which is equal to 2AB/100. എല്ലാം ഈക്വൽ അല്ലേ? അപ്പോൾ C+D E തന്നെയല്ലേ? അപ്പോൾ പ്രസ്താവന രണ്ടും ശരിയാണ്. അപ്പോൾ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കും മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ തിരിച്ചും സഞ്ചരിക്കുന്ന ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര? ഇതിനകത്ത് നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് സെയിം ആണ്. നമുക്ക് ആവറേജ് വെലോസിറ്റി, അതായത് ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിസ്റ്റൻസ്, ആകെ സഞ്ചരിച്ച ദൂരം ബൈ ആകെ സഞ്ചരിക്കാൻ എടുത്ത സമയം, ഇത് കണ്ടുപിടിച്ചാൽ മതി. ഇതിനകത്ത് എന്താ പറയുക, ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ശരാശരി വേഗത = 2 × V1 V2/V1 + V2. ഈ V1 ഉം V2 എന്താ? അത് വെലോസിറ്റീസ് ആണ്. ഏതാണ് നമുക്ക് തന്നിരിക്കുന്നത്? V1 നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 90. V2 എത്രയാണ്? 110. അത് ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സോൾവ് ചെയ്യുക. സോ ആൻസർ നമുക്ക് 99 എന്ന് കിട്ടും, ഈസി ആയിട്ട് കിട്ടും. സോ ഓപ്ഷൻ എ. അടുത്തത്, 3 വ്യത്യസ്ത ഗ്രൂപ്പുകളിലെ ആളുകളുടെ എണ്ണത്തിൻ്റെ അനുപാതം 3:4:5 ആണ്. ഓരോ ഗ്രൂപ്പിലും 10 പേർ കൂടി അധികമായി ചേർന്നാൽ പുതിയ അനുപാതം 7:9:11 ആകുമെങ്കിൽ 3 ഗ്രൂപ്പിലും ആകെ നിലവിലുള്ള അംഗങ്ങളുടെ എണ്ണം എത്ര? നമുക്കറിയാം, ഓരോ ഗ്രൂപ്പിലും 3:4:5 ആണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് 1-ൽ 3x എടുക്കാം, ഗ്രൂപ്പ് 2-ൽ 4x എടുക്കാം, ഗ്രൂപ്പ് 3-ൽ 5x എന്ന് എടുക്കാം. ഇനി ഓരോന്നിലേക്ക് ഞാൻ 10 പേരെ കൂടി ആഡ് ചെയ്യുകയാണേ. അപ്പോൾ ഗ്രൂപ്പ് 1-ൽ 3x + 10 എന്നും, ഗ്രൂപ്പ് 2-ൽ 4x + 10 എന്നും, ഗ്രൂപ്പ് 3-ൽ 5x + 10 എന്നും വരും അംഗങ്ങളുടെ എണ്ണം.
എന്നിട്ട് ഇതിൻ്റെ അനുപാതം എത്രയായി മാറിയെന്നാണ് പറയുന്നത്? അതായത് 3x+10 അത് എത്രയായി മാറി? 7:9:11. നമുക്കറിയാം A:B സമം C:D ആണെങ്കിൽ A/B=C/D ആണ്. സോ അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുക. ഇവിടെ 3 ഉണ്ടെന്ന് വെച്ച് കൺഫ്യൂഷൻ ആവണ്ട. ഫസ്റ്റ് 2 റേഷ്യോ മാത്രം എടുത്ത് ചെയ്താൽ മതി. അതായത് 3x+10 ഡിവൈഡഡ് ബൈ 4x+10 7/9. റേഷ്യോ അങ്ങോട്ടും മാറിപ്പോകരുത്. ഏതാണോ നമ്മൾ എടുക്കുന്ന വാല്യൂസ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് സോൾവ് ചെയ്താൽ മതി. എക്സ് എത്ര? 20 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 ഗ്രൂപ്പിലും ആകെ നിലവിലുള്ള അംഗങ്ങളുടെ എണ്ണമാണ്. നിലവിൽ എത്ര പേരുണ്ടെന്നാണ്. 10 പേര് ആഡ് ചെയ്താൽ എത്രയാവും നമുക്കറിയാം. പക്ഷേ 10 പേര് ആഡ് ചെയ്തിട്ടില്ല. നിലവിൽ എത്ര പേരുണ്ട്? 3x + 4x + 5x. അതായത് 4 3 7 5 12x. 12x പറഞ്ഞാൽ എക്സ് നമുക്ക് 20 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 12 × 20 240. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒരു ജോലി ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ എക്ക് 20 ദിവസവും ബിക്ക് 30 ദിവസം വേണം. എയും ബിയും ഒരുമിച്ച് ജോലി ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എ ജോലി മതിയാക്കി. ബി ഒറ്റയ്ക്ക് ബാക്കി ജോലി 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. എ എത്ര ദിവസം ജോലി ചെയ്തു? ഇതും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എയുടെ ജോലി സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ദിവസമാണ്. ബി ആണെങ്കിൽ 30 ദിവസമാണ് എടുക്കുക. നമുക്ക് എയും ബിയും എക്സ് ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ബാക്കി 5 ദിവസം ബി മാത്രം വർക്ക് ചെയ്തു. അപ്പോൾ എയും ബിയും ഒരുമിച്ച് ചെയ്ത ദിവസത്തിൻ്റെ കണക്ക് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എയും ബിയും ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയായിരിക്കും? 1/A + 1/B അല്ലേ? അപ്പോൾ എയും ബിയും എക്സ് ദിവസം കൊണ്ട് എത്ര പോർഷൻ ജോലി ചെയ്യും? എത്ര ജോലി ചെയ്യും അവർ? എക്സ് × 1/A + 1/B പ്ലസ് ബാക്കിയുള്ള 5 ദിവസം ബി മാത്രം വർക്ക് ചെയ്തു. അതാണ് 5 × 1/B = 1. ഈ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ വർക്ക്. അത് 100% കംപ്ലീറ്റ് ആയെന്ന് കാണിക്കാനാണ് 1 എന്ന് എടുക്കുന്നത്. സോ എക്സ് × 1/A + 1/B. ഇവിടെ എക്സ് എന്ന് എടുക്കാൻ കാരണം നമ്മൾ അസ്യൂം ചെയ്തതാണ് എയും ബിയും വർക്ക് ടുഗദർ ഫോർ എക്സ് ഡേയ്സ്. അതായത് എക്സ് ഡേ ആണ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്തത്. ഇത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തേ. എക്കും ബി എക്കും ഒക്കെ നമുക്ക് വാല്യൂ അറിയാം. എക്സ് × 1/20 + 1/30 + 5 × 1/30 = 1. സോ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി. എക്സ് നമുക്ക് കിട്ടും 10 ദിവസം. സോ 10 ദിവസമാണ് എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്തത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്തത് ഇത് നമുക്കെന്താ ജസ്റ്റ് വരച്ചെടുത്താൽ കിട്ടുന്ന ആൻസർ മാത്രമാണ്. പി എന്ന സ്ഥലത്ത് നിന്നും 6 കിലോമീറ്റർ നേർരേഖയിൽ സഞ്ചരിച്ചു. ജസ്റ്റ് നേർരേഖയിൽ സഞ്ചരിച്ചു. എന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. സോ ആ ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പിയുടെ താഴേക്ക് എത്തണം ആ ലൈൻ. കാരണം പിന്ന് മുകളിലേക്ക് 6 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഇപ്പം മുകളിലും താഴേക്ക് 10 കിലോമീറ്റർ ഉണ്ട്. ആ 10 എന്ന് പറഞ്ഞ് പിയുടെയും താഴെയായിരിക്കും വരേണ്ടത്. എന്നിട്ട് അവരെവിടെ എത്തി? ക്യൂ എന്ന സ്ഥലത്തെത്തി. സോ നമുക്ക് അറിയേണ്ടത് പിയും ക്യൂവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. നോക്കിക്കേ, ഈ ഒരു ദൂരമല്ലേ പിയും ക്യൂവും തമ്മിലുള്ള ദൂരം, ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഒന്നും കൂടി നോക്കിക്കേ, ഇതിപ്പോൾ ഒരു മട്ടത്രികോണമായില്ലേ? മട്ടത്രികോണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മട്ടത്രികോണത്തിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ്, അതായത് വികരണമല്ലേ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഡിസ്റ്റൻസ്, അതായത് ആ സൈഡിലെ പാദത്തിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ടോട്ടൽ ഡിസ്റ്റൻസ് 10 ആണ്. അതിന് പാരലായിട്ട് ഇപ്പോൾ ഒരു 6 ഉണ്ട്. ആ 6 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് കിട്ടും. മറ്റേതിൻ്റെയോ ലംബത്തിൻ്റെയോ 3 എന്ന് കിട്ടും. നോക്കിയേ, മുകളിൽ 3 അല്ലേ? അത് തന്നെയല്ലേ താഴെ വന്നേക്കുന്നത് 3. സോ നമുക്കറിയാം പൈത്തഗോറസ് ഫോർമുല അറിയാം. പാദം സ്ക്വയർ + ലംബം സ്ക്വയർ = കർണം സ്ക്വയർ. അതായത് ഇതിനകത്ത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ A² + B² = C². അതായത് പാദം സ്ക്വയർ + ലംബം സ്ക്വയർ = കർണം സ്ക്വയർ. നമുക്ക് കർണം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പാദമാവട്ടെ ലംബമാവട്ടെ നമുക്കറിയാം 3 4 ആണ്. സോ 4² + 3² = C². സോ C² = 25 എന്ന് വരും. C = 5 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ 5 കിലോമീറ്റർ. 57. ഒരു ക്ലോക്കിലെ സമയവും അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയവും തമ്മിൽ 3 മണിക്കൂർ 30 മിനിറ്റ് വ്യത്യാസമുണ്ട്. യഥാർത്ഥ ക്ലോക്കിലെ സമയമാവാൻ ഏറ്റവും അനുയോജ്യമായത് ഏത്? സോ നമുക്ക് ഇതിനൊക്കെ തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോക്കിലൊരു സമയമുണ്ട്. ആ സമയം അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം തമ്മിൽ 3.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. സോ നമുക്ക് സമയം ഓരോന്നെടുത്ത് ചെയ്തോ. ഓപ്ഷനിലാകെ 2 സമയം തന്നിട്ടുള്ളൂ. നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം എത്രയാ, ഒരു സമയം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിബിംബത്തിലെ സമയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 11:60 നിന്ന് ഡിഫറൻസ് കണ്ടാൽ അതിൽ നിന്ന് കുറച്ചാൽ മതി. സോ 4:15 എടുക്കുക. ആദ്യത്തെ സമയം 4:15 എന്ന് വിചാരിക്കുക. സോ മിറർ ഇമേജ് കാണാൻ വേണ്ടിയിട്ട് 4:15 നിന്നും 4:15 നിന്നും 11:60 കുറക്കുക. ആ ഡിഫറൻസ് കാണാം, പോസിറ്റീവായിട്ടുള്ള ഡിഫറൻസ് കാണാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം 4-ന് 11ലേക്ക് 7ൻ്റെ വ്യത്യാസവും 15-ന് 60ലേക്ക് 45ൻ്റെ വ്യത്യാസമുണ്ട്. സോ 7:45 അതാണ് നമ്മുടെ സമയം.
4:4 മിറർ ഇമേജിൽ 7:45 ആയിരിക്കും. ഇനി ഈ 4:4 7:45 തമ്മിൽ 3.5 മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടോ? ഉണ്ട്, 3.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. സോ 4:4 7:4 തമ്മിൽ 3.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. സോ 4:4 ഓക്കെയാണ്. അത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, 7:45 കൂടി നോക്കണം. കാരണം എന്തുകൊണ്ടാണ് നോക്കുന്നത്? കാരണം ഓപ്ഷൻ സി നോക്കിക്കേ, അത് ഇവ രണ്ടെന്നും പറയുന്നുണ്ട്, ഇവയൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് 7:45 നോക്കിയേ പറ്റുള്ളൂ. സോ 7:45 നമുക്ക് നോക്കാം. മിറർ ഇമേജ് 7:45 11:60 കുറക്കുക. 11:60 കുറക്കുന്ന സമയത്ത് 7 ലെവലിലേക്ക് ഒരു 4-ൻ്റെയും 45 60 15-ൻ്റെയും വ്യത്യാസമുണ്ട്. സോ നമുക്കറിയാം 7:45 എൻ്റെ മിറർ ഇമേജാണ്. 4:15 നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി 4:15-ൻ്റെ മിറർ ഇമേജാണ് 7:45. സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇതിൻ്റെ 7:45 to 4:15 ഇടയ്ക്കുള്ള സമയം 3 hours 30 minutes തന്നെയാണ് വരിക. ഇതിനകത്ത് ഡിഫറൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇപ്പം 7 മണി മുതൽ 4 മണി വരെ എടുക്കുകയാണെങ്കിൽ ശരിക്കും അവിടെ നമുക്ക് സംശയം വരാം, 8 മണിക്കൂറിലധികം ഗ്യാപ്പ് വരുന്നില്ലേ? അതൊരു എന്താ പറയുക, അതൊരു കറക്റ്റ് സമയം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിലാണ് ഈ 7 മുതൽ 4 വരെയുള്ള ആ ടൈം എടുക്കുക. ഇതിനകത്ത് ജസ്റ്റ് ഡിഫറൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഏറ്റവും അനുയോജ്യമായത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ രണ്ടും ചൂസ് ചെയ്യാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇതാ 8 മണിക്കൂർ 45 മിനിറ്റ് ഒരു ഡൗട്ട് വരാം, പക്ഷെ അങ്ങനെ ഡൗട്ട് വരേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് ജസ്റ്റ് എന്താ പറയുക വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. സോ രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യാ ശ്രേണിയിലെ അടുത്ത സംഖ്യ 2, 5, 20, 25, 150. നോക്കിക്കേ, 2 + 3 അല്ലേ 5, 5 × 4 അല്ലേ 20, 20 + 5 25, 25 × 6 150. അപ്പോൾ അടുത്തെത്തായിരിക്കും? നോക്കിക്കേ, പ്ലസും മൾട്ടിപ്ലിക്കേഷൻ, അതായത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് നടക്കുന്നത്. അതായത് ആദ്യം അഡീഷൻ ചെയ്യുന്നു, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, വീണ്ടും അഡീഷൻ ചെയ്യുന്നു, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ഇനി അടുത്ത് എന്താ വരിക? 150-ൻ്റെ കൂടെ അഡീഷനാണ് വരിക. അത് എത്ര നമ്പർ ആയിരിക്കും? നോക്കിക്കേ, 3, 4, 5, 6. അടുത്ത് ഏതായിരിക്കും വരേണ്ടത്? ആഡ് ചെയ്യേണ്ടത് 7 അല്ലേ? അപ്പോൾ 150 + 7 157. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അടുത്ത ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ്. 24, 60, 120, 210, 348. ഇതിനകത്ത് നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം നമ്മുടെ ആൻസർ വരുന്നത് 348ആണ്. പക്ഷേ എനിക്കിതിനകത്തൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 210 വരാം. കാരണം ബാക്കിയെല്ലാം 12-ൻ്റെ മൾട്ടിപ്പിളാണ്. 12, 5, 60 12 ഐ തിങ്ക് 29 12, 29 348 വരിക. 12 × 10 120 വരിക. പിന്നെ 210 12-ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ അങ്ങനെ നോക്കുമ്പോൾ സി വരാനും ചാൻസ് ഉണ്ട്. സോ ഇത് കൺഫ്യൂഷനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 2024 ജനുവരി 1 തിങ്കളാഴ്ചയാണ്. 2124 ജനുവരി 1 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. സോ നമുക്കറിയാം, ലീപ്പ് ഇയർ അല്ലാത്തൊരു നോർമൽ ഇയർ ആണെങ്കിൽ ഈ വർഷം ഇപ്പോൾ 2025 ജനുവരി 1 തിങ്കളാഴ്ച ആണെങ്കിൽ 2026 ജനുവരി 1 എന്ന് വെച്ചാൽ ചൊവ്വാഴ്ച ആയിരിക്കും. കാരണം ഒരു നോർമൽ ഇയറിൽ 365 ദിവസമുള്ള ഒരു നോർമൽ ഇയറിൽ ഒരു ഓഡ് ഡേ ആണ് വരുന്നത്. ആ ഒരു ഓഡ് ഡേ വരുന്നതുകൊണ്ടാണ് നമ്മുടെ അടുത്ത വർഷത്തെ 1-ാം തീയതി ചൊവ്വാഴ്ചയായി മാറുന്നത്. ഈ വർഷത്തെ 1-ാം തീയതി തിങ്കളാഴ്ച ആണെങ്കിൽ അടുത്ത വർഷത്തെ 1-ാം തീയതി ചൊവ്വാഴ്ചയായി മാറും. ഈ വർഷം ലീപ്പ് ഇയർ അല്ലെങ്കിൽ ഇൻ കേസ് ഈ വർഷം ലീപ്പ് ഇയർ ആണെന്ന് ഇരിക്കട്ടെ, 2024 ആണെന്ന് വിചാരിക്കൂ. ജനുവരി 1 തിങ്കളാഴ്ച ആണെങ്കിൽ അടുത്ത വർഷം 2025 ജനുവരി 1 ചൊവ്വാഴ്ചയല്ല, മറിച്ച് ബുധനാഴ്ചയാവും. കാരണം അവിടെ ലീപ്പ് ഇയർ ആണ്, 366 ദിവസമുണ്ട്, 2 ഓഡ് ഡേയ്സ് ഉണ്ട്. അപ്പോൾ 2 ദിവസം മാറിപ്പോവും, ചൊവ്വയല്ല ബുധനായി മാറും. അതുപോലെ 2024 മുതൽ 2124 വരെ എത്ര ഓഡ് ഡേ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം, ഒരു 100 വർഷം എടുത്തു കഴിഞ്ഞാൽ അവിടെ 24 ലീപ്പ് ഇയേഴ്സ് ഉണ്ടാവും, അതായത് 24 ഓഡ് ഡേ. പിന്നെ നോർമലി ഇല്ല 100 ഓഡ് ഡേയ്സും. സോ നമുക്ക് ടോട്ടൽ ഓഡ് ഡേയ്സ് പറയുന്നത് 100 ഓഡ് ഡേയ്സും പ്ലസ് 24 ഓഡ് ഡേയ്സും, അതായത് 124 ഓഡ് ഡേയ്സ്. അത് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ എന്താ പറയുക, 2024 എത്ര ഓഡ് ഡേ ഉണ്ട്? 2 ഓഡ് ഡേ ഉണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? 2024 എന്നുള്ള ആ വർഷത്തെ ഒരു ഓഡ് ഡേ പ്ലസ് ആ ഫെബ്രുവരിയിൽ ഒരു ദിവസം വരുന്ന കൊണ്ടുള്ള ഓഡ് ഡേ, അപ്പോൾ 2 ഓഡ് ഡേ. അപ്പോൾ അതുപോലെ 100 വർഷത്തിൽ 100 ഓഡ് ഡേ ഉണ്ട്. ആ 100 വർഷത്തിൽ 24 ലീപ്പ് ഇയർ ഉണ്ട്. ആ 24 ലീപ്പ് ഇയറിലും ഓരോ ദിവസം അഡീഷണൽ ആഡ് ചെയ്യണം. സോ മൊത്തം 124 ഓഡ് ഡേയ്സ്. 124 നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, റിമൈൻഡർ 5 എന്ന് കിട്ടും. കാരണം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയി പോകുന്നില്ല. ഈ റിമൈൻഡറാണ് നമ്മൾ ഇപ്പോഴുള്ള ദിവസത്തോടു കൂടി ആഡ് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ 2024 എന്താ പറയുക ജനുവരി 1 തിങ്കളാഴ്ച ആണെന്ന് വെച്ചല്ലോ. അപ്പോൾ 2025 ജനുവരി 1 എപ്പോഴാണ് കണ്ടുപിടിക്കണം. ഈ 2024 ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ഓൾറെഡി 2 ഓഡ് ഡേ വന്നു. 2 ഓഡ് ഡേ എന്ന് വെച്ചാൽ ഇപ്പോൾ 2 എന്നിട്ട് നമ്മൾ 7 കൊണ്ട് ഹരിച്ചു 2/7 റിമൈൻഡർ 070 വന്നു. 2
റിമൈൻഡർ ആയിട്ട് വന്നു. അപ്പോൾ ആ റിമൈൻഡറാണ് നമ്മൾ ഈ തിങ്കളാഴ്ചയോട് കൂടി ആഡ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ കിട്ടിയ നമുക്ക് റിമൈൻഡർ 5 കിട്ടി. ഈ 5 നമ്മൾ ഈ തിങ്കളാഴ്ചയോട് കൂടി ആഡ് ചെയ്യുന്നു. അതായത് മൺഡേ പ്ലസ് 5. മൺഡേ കഴിഞ്ഞ് ട്യൂസ്ഡേ, ഫ്രൈഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. 5ാമത്തെ ദിവസം സാറ്റർഡേ ആയിരിക്കും. സോ ഇവിടെ വരുന്ന ഓപ്ഷൻ ബി. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.